നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ഇത് കണ്ടു കഴിഞ്ഞാൽ പച്ചക്കായയാണെന്ന് തോന്നും, പക്ഷേ അതല്ല. ഇത് ചിപ്സ് ഉണ്ടാക്കുന്ന കടയിൽ നിന്ന് വാങ്ങിച്ചതാണത്, കായത്തോട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. എൻ്റെ സിമ്പിൾ റെസിപ്പീസും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം നമുക്ക്. ആദ്യം രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റി, എന്നിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കറുപ്പായിട്ട് കിടക്കുന്നത് അത് അതിൻ്റെ കേടൊന്നുമല്ല, അത് കറയാണത്. ശരിക്കും ഇതിനൊരു കറി ഉണ്ടാവുമല്ലോ, നമ്മൾ മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ടാണ് കഴുകുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ചെറിയ സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്ത് അതിന് ശേഷം ഇങ്ങനെ വെച്ച് കുഞ്ഞു വളരെ ചെറിയ പീസസായി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവാൻ നല്ല ഒരു ഉപ്പേരിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് വളരെ പോഷകഗുണമുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് നമ്മൾ കളയുന്ന സാധനമാണ്, അതായത് വേസ്റ്റൊന്നല്ല. ഇത് ശരിക്കും അതിൻ്റെ തോട് എല്ലാ ഗുണങ്ങളും ഉണ്ടെന്നല്ല, എല്ലാ വെജിറ്റബിൾസിൻ്റെയും തോടിനാണ് ഗുണം. പക്ഷേ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എടുത്ത് വയ്ക്കാനൊക്കെ. ഇത് ഇങ്ങനെ സ്ട്രിപ്സായി കട്ട് ചെയ്തു, ചെറിയ പീസസായി കട്ട് ചെയ്തു. നന്നായി കഴുകിയെടുക്കണം. അതിൻ്റെ കറ ചെവയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരിയാക്കി മാറ്റിയെടുക്കാം. ചെറിയ പീസസായി കട്ട് ചെയ്ത് കുറച്ച് നേരം വെള്ളത്തിലിടുക. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി അതിൻ്റെ കറയൊക്കെ പോകാനായിട്ട് വയ്ക്കുക കുറച്ച് നേരം. അത് കഴിഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കുക. കായത്തോടിൻ്റെ പീസസ് നന്നായി കഴുകി വൃത്തിയാക്കുക. നന്നായി വേറെ പാത്രത്തിലേക്ക് ആക്കുക. ഉള്ളി ഒരു 10 എണ്ണം എടുക്കുക. വെളുത്തുള്ളി ഒരു 3-4 എടുത്താൽ മതി. അധികം വെളുത്തുള്ളി മണം വേണ്ട, അതെടുക്കുക. പിന്നെ നന്നായിട്ട് ചതച്ചെടുക്കുക. അതിലേക്ക് 1 കപ്പ് തേങ്ങ നന്നായി ചതച്ചെടുത്തു. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം ഉഴുന്ന് പരിപ്പിട്ടു. പരിപ്പാണ് ഇത് മുഴുവനോടുള്ള, എന്നാലും സാരില്ല, അത് മതി. ഉഴുന്ന് പരിപ്പിട്ട് കടുകിട്ടു, കറിവേപ്പില ഇട്ടു, ഉഴുന്ന് പരിപ്പിട്ടു. വറവിടാനുള്ളതാണ്. മുളക് ഇട്ടു. അതിനുശേഷം നന്നായി കടുക് പൊട്ടട്ടെ. അതിലേക്ക് അരിഞ്ഞു വെച്ചാൽ കായത്തോട് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. ഉപ്പിടുക. വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കുക. അടച്ച് വയ്ക്കുക. നന്നായി വറ്റി. ഇനി ഇതിലേക്ക് മസാല ചേർക്കുക. തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. പച്ചത്തേങ്ങയും മുകളിൽ വിതറിയിടുക. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ചതച്ചതല്ലാതെ പച്ചത്തേങ്ങ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ച് വയ്ക്കുക. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നല്ലോണം പാകമാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി റെഡി. ടേസ്റ്റി കായത്തോട് ഉപ്പേരി റെഡിയായി.